ശസ്ത്രക്രിയക്കിടെ ശരീരത്തിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിനെ തുടർ ശസ്ത്രക്രിയയ്ക്കായി കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് എത്തിച്ചത് KC വേണുഗോപാൽ MP ഇടപെട്ടാണ്. ഒടുവിൽ LDF സർക്കാരിൻ്റെ ഒരു ആശുപത്രിയിലുണ്ടായ ഗുരുതരമായ പിഴവിന് UDFകാർ കോൺഗ്രസ്സുകാർ തന്നെ വേണ്ടി വന്നു ആശുപത്രിയിൽ എത്തിച്ച് ഒരു പ്രതിവിധി കണ്ടെത്താൻ. വയറ്റിലെ മുഴ നീക്കം ചെയ്യാൻ 2021 5 വർഷം മുമ്പ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയതായതാണ് ഈ സ്ത്രീ. തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത അവസ്ഥ. കഠിനമായ വേദന കാരണം വർഷങ്ങൾക്കിപ്പുറം പരിശോധന നടത്തി. 5 വർഷത്തോളമായി ഇതാ വയറ്റിലൊരു കത്രിക കിടക്കുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയക്കിടെ രോഗിയുടെ വയറ്റിൽ സർജിക്കൽ കത്രിക 1ഉം 2ഉമല്ല, അങ്ങനെ 5 വർഷമാണ് കിടന്നത്. എന്നാൽ അന്നത്തെ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ യൂണിറ്റ് ചീഫ് ഡോക്ടർ ലളിതാംബയുടെ പ്രതികരണം ഞെട്ടിക്കുന്നതാണ്. വയറ്റിൽ ഇത്തരം ഉപകരണങ്ങൾ കുടുങ്ങിയാൽ 5 അല്ല 50 വർഷം കഴിഞ്ഞാലും ഒന്നും സംഭവിക്കില്ല എന്നായിരുന്നു ഡോക്ടറുടെ വിവാദ പരാമർശം. രോഗിക്ക് നിരന്തരമായ വയറുവേദന ഉണ്ടായിരുന്നു എന്നത് സത്യമാണെന്നും, എന്നാൽ അത് വയറ്റിലെ കത്രിക കൊണ്ടല്ല, മറിച്ച് മൂത്രത്തിലെ കല്ല് കാരണമാണെന്നുമാണ് ഡോക്ടർ രോഗിയെ ഒന്ന് പരിശോധിക്കുക പോലും ചെയ്യാതെ അവകാശപ്പെടുന്നത്. കത്രിക അവിടെ ഇരുന്നത് കൊണ്ട് രോഗിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഒന്നും അറിയില്ലെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു. ഈ ഡോക്ടർ ഇത്രയും തൻ്റെ വിശദീകരണം വലിച്ചുവാരി നിർത്തിയപ്പോഴാണ് KC വേണുഗോപാൽ MP ഇടപെട്ട് ആ രോഗിയെ വണ്ടാനത്തേക്ക് വിടാതെ നേരെ അമൃത ആശുപത്രി തന്നെ കൊണ്ടുപോയി പ്രവേശിപ്പിച്ചത്. പലതവണ ഉഷ ചികിത്സ തേടിയിരുന്നു. എന്നാൽ മൂത്രത്തിൽ കല്ലാണെന്നാണ് അന്നൊക്കെ ഡോക്ടർമാർ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നടത്തിയ സ്കാനിങ്ങിലൂടെയാണ് വയറ്റിൽ കത്രികയുണ്ടെന്ന കാര്യം അവർ ഞെട്ടിക്കുന്ന വിവരം അറിയുന്നത്. പക്ഷേ വയറ്റിൽ കത്രിക കുടുങ്ങിയാലും ഒരു കുഴപ്പവുമില്ലെന്ന ഡോക്ടറുടെ പ്രസ്താവനയ്ക്കെതിരെ എന്തായാലും നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു പോയി. ഇതുതന്നെയാണ് ഡോക്ടർ SS ലാൽ കഴിഞ്ഞ തവണ പൊതുയുഗ യാത്രയ്ക്കിടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ കയ്യിൽ കൊടുത്തൊരു UDFൻ്റെ ഒരു മെഡിക്കൽ മിഷൻ അത് പ്രകാശനം ചെയ്തത്. ആ റിപ്പോർട്ട് വളരെ വ്യക്തമായി പോലും വായിക്കാതെ നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് അതിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് മറുപടിയായി ഡോക്ടർ SS ലാൽ പറഞ്ഞത് ഇത് ഉദ്ദേശിച്ചത് തന്നെയാണെന്നും, എന്നാലും പ്രതിപക്ഷം അത് വായിച്ചു നോക്കാതെ അല്ല ഇത് പ്രകാശനം ചെയ്യുന്നത് തെറ്റാണെന്നും, ഒന്നല്ല നിരവധി ഇടതുകാരടക്കം നിരവധി ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചേർന്ന് തയ്യാറാക്കിയ ഒരു വിഷനാണ് ഈ UDFൻ്റെ ആരോഗ്യ വിഷൻ എന്നതുമാണ് ഡോക്ടർ SS ലാൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മുടെ ആരോഗ്യമന്ത്രി ഇങ്ങനെ പ്രതികരിച്ചു. വയറ്റിലൊരു കത്രിക ഇരുന്ന് പ്രശ്നമില്ലെന്ന് പറയുന്നവർക്ക് സ്വന്തം അനുഭവത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായാലും അത് സമ്മതിക്കുമെന്നാണ് ചോദിച്ചത്. സാധാരണക്കാരോട് ഇത്തരം നടപടികളെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കാൻ കഴിയില്ലെന്നും, വേദന അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആഴം മനസ്സിലാകൂ എന്നും നമ്മുടെ മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അന്ന് നടന്ന ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഷാഹിദയാണെന്ന് ഇപ്പോൾ രേഖകൾ പരിശോധിച്ചപ്പോൾ വ്യക്തമായതായി വണ്ടാനം ആശുപത്രി സൂപ്രണ്ട് പറയുന്നു. എന്നാൽ അന്നത്തെ ആ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉപകരണങ്ങളെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയാണ് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നതെന്നും ആശുപത്രി സൂപ്രണ്ട് വ്യക്തമാക്കുന്നുണ്ട്. അന്നത്തെ HOD ഡോക്ടർ ലളിതാംബയുടെ യൂണിറ്റിലാണ് ഈ സർജറി നടന്നത്. മറ്റൊരു കാര്യം, ഈ ഡോക്ടർ അവിടെ നിന്നും സ്ഥലം മാറി പോവുകയും ചെയ്തു. പിന്നെ അന്ന് കോവിഡ് സമയമായിരുന്നു. PP സ്യൂട്ടും എല്ലാം ധരിച്ചാണെന്ന് ഡോക്ടർമാർ വളരെ റിസ്ക് എടുത്താണെന്ന് ഓരോ ശസ്ത്രക്രിയയും ചെയ്തു വന്നത്. ഈ ശസ്ത്രക്രിയയും അങ്ങനെ തന്നെയാണ് ചെയ്തത്. കോവിഡ് സമയത്ത് വളരെ സുരക്ഷാ മുൻകരുതലുകൾ ഒക്കെ എടുത്താണ് ഈ ശസ്ത്രക്രിയ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് റിസ്ക് കൂടുമെന്നത് ഉറപ്പാണ്. പക്ഷേ ഒരു കത്രിക വയറ്റിനുള്ളിൽ പോവുക എന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണ്. ഇതിനിടയിലാണ് ഇതാ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അനിശ്ചിതകാല സമരം തുടങ്ങിയതും അത് 5 ദിവസം പിന്നിടുന്നതും. വേതന വ്യവസ്ഥകളും ഒക്കെ ആവശ്യപ്പെട്ടാണ് അവരുടെ സമരം. ആ സമരം ഡയസോൺ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സമരവുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ തീരുമാനം. എന്തായാലും ഒരു ഭാഗത്ത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരത്തിലാണ്, മറ്റൊരു വശത്ത് ആലപ്പുഴ വണ്ടാനം എന്നൊരു പ്രശസ്തമായ മെഡിക്കൽ കോളേജിൽ 5 വർഷം മുമ്പ് പറ്റിയ ഒരു വൻ കൈപ്പിഴയ്ക്കിതാ സ്വകാര്യ ആശുപത്രിയിൽ ചെന്ന ആ ശസ്ത്രക്രിയ നടത്തി ആ കത്രിക പുറത്തെടുക്കേണ്ട ഗതികേടാണ്. എന്തായാലും ഇതാണ് UDFും കോൺഗ്രസും ഒക്കെ ഇടത് സർക്കാരിനോട് വ്യക്തമായി പറയുന്നത്. ചികിത്സയെപ്പറ്റി പുറത്ത് വിശദീകരിച്ചു നടന്നതിൽ ഒരു കാര്യവുമില്ല. മതിയായ ചികിത്സ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ലഭിക്കുന്നുണ്ടെന്ന് മെഡിക്കൽ കോളേജുകളിൽ ഒന്ന് ഉറപ്പാക്കുകയെങ്കിലും വേണം.